മലിനപ്പെടുത്തരുത്, നമ്മുടെ മനസ്സിനെയും മലിനപ്പെടുത്തരുത്. കൊച്ചു കുട്ടികൾക്ക് ഒരു കഥയിലൂടെ ഞാനിത് പറഞ്ഞുതരാം. പണ്ടൊരു നാട്ടില് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് എല്ലാ പാണ്ഡിത്യങ്ങളും നേടിയ ശേഷം ഈ കുട്ടി വീട്ടിൽ തിരിച്ചെത്തി. പക്ഷെ ഭാവിയെക്കുറിച്ച് താൻ ഏത് വഴിക്ക് പോകണം, എങ്ങനെ ജീവിക്കണം എന്ന് കണ്ട ഈ കുട്ടിക്കുണ്ടായിരുന്ന സമയത്ത് നദിയിൽ കുളിക്കാൻ പോയി. ഒരു കഥയായിട്ടാണ്. ഇപ്പം നദി ചിന്താകുലനായിട്ടിരിക്കുന്ന ഈ കുട്ടിയോട് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, എന്താണ് ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടുന്നത്, ഇത്രയും വിദ്യയൊക്കെയുള്ള കുട്ടിയല്ലേ. അപ്പോൾ കുറേ നേരം ഒന്നും ഞാൻ ഭാവിയിൽ എന്ത് ചെയ്യണം എന്നൊരു ആശങ്ക പിടിപെട്ടു. അപ്പം നദി പറഞ്ഞു, നദിയായ ഞാൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ ചില തടസ്സങ്ങൾ വരുന്നുണ്ട്. ചില ചെറിയ തടസ്സങ്ങളാണെങ്കിൽ ഈ നദി ചാടിക്കടന്നു പോകും, ചിലതിനെ ഒഴിഞ്ഞു മാറി അങ്ങ് വഴിതിരിഞ്ഞു പോകും, ചിലതിനെ നേരിട്ടും പരാജയപ്പെടുത്തിയും പോകും. പക്ഷെ നദി എന്ത് ചെയ്യും? ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇത് ഒഴുകാതെ ഞാനിവിടെ കെട്ടിക്കിടന്നാൽ തടസ്സങ്ങളും മുന്നോട്ട് ഓരോന്ന് ചിന്തിച്ചിട്ട് ഇതൊരു മലിനജലമായി തീരും. ഈ മലിനജലത്തിൽ നിങ്ങൾക്ക് ആർക്കും കുടിക്കാനോ ഉപയോഗിക്കാനോ കഴിയുകയില്ല. ഇതുപോലെയാണ് നമ്മുടെ അറിവും മനസ്സും. ഇത് കെട്ടിക്കിടക്കേണ്ട ഒരു കാര്യമല്ല. ഈ അറിവ് എഴുത്തിലൂടെ, വാക്ചാതുര്യത്തിലൂടെ കുട്ടികളെ പഠിപ്പിച്ച് രചനകളൊക്കെ എഴുതി ഈ അറിവ് പലർക്ക് പകർന്നു കൊടുക്കുക. അതുപോലെ മനസ്സിൽ ഒരു കാര്യങ്ങളും ചിന്തിച്ച് വെക്കാതെ മുന്നോട്ട് എൻഗേജ്ഡായിട്ട് ഇങ്ങനെ മുൻപോട്ട് ഓരോരോ പുതിയ പഠനങ്ങളിൽ അല്ലെങ്കിൽ പുതിയ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോവുക. ഒരിടത്ത് അടങ്ങിയിരുന്നാൽ മനസ്സും ഈ നദിയെപ്പോലെ തന്നെയാണ്, അറിവും അതെ. ഒരു പ്രയോജനമില്ലാതെ കെട്ടിക്കിടക്കുന്ന, ആർക്കും പ്രയോജനമില്ലാതെ ഒരു മലിനജലമായി തീരരുത്. അപ്പം അറിവിനെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, അറിവും പഠിക്കുന്നതിന് പഠിക്കുക, മുൻപോട്ട് എന്താകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ നന്നായിട്ട് പഠിക്കുക. ബുദ്ധിപരമായിട്ട് യുക്തിപരമായിട്ട് നല്ല നിലയിൽ എത്തിച്ചേരാൻ നമുക്ക് കഴിയും. ഈ തടസ്സങ്ങളെയൊക്കെ അതിജീവിക്കാൻ കൂടിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്.